ഇടമലക്കുടി നിവാസികൾക്ക് സ്വപ്ന സാക്ഷാത്കാരം. സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 2010 നവംബർ 1 സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി രൂപീകരിച്ചത്. വർഷം ഇത്ര പിന്നിട്ടിട്ടും ഇടമലക്കുടിയിൽ പൂർണ്ണതോതിൽ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല. ഇടമലക്കുടിക്കാരുടെ കാത്തിരിപ്പിന് വിരാമമിട്ടാണിപ്പോൾ പഞ്ചായത്ത് ഓഫീസ് ഇടമലക്കുടിയിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വന്തമായിട്ടൊരു പഞ്ചായത്ത് ഓഫീസ് യാഥാർത്ഥ്യമായി ഒരു സ്മാർട്ട് പഞ്ചായത്ത് ഓഫീസ് തന്നെയായിട്ട് അത് മാറി. ഇന്നിപ്പോൾ സ്മാർട്ടിൽ നിന്ന് ആദ്യത്തെ സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും അവിടെ വിതരണം ചെയ്യുകയുണ്ടായി. ഇടമലക്കുടിയുടെ വികസനത്തിന് ഒട്ടേറെ കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. അത് തുടരും. റോഡായി, ആശുപത്രി, വൈദ്യുതി, ഇത്രയും സൗകര്യങ്ങളെല്ലാം ഇപ്പോൾ ഇടമലക്കുടിയിൽ ഉണ്ടായിട്ടുണ്ട്. തുടർന്നും ഇടമലക്കുടിക്കുള്ള പിന്തുണ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇതുവരെ ദേവികുളത്തെ ക്യാമ്പ് ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന ഇടമലക്കുടി പഞ്ചായത്ത് ഓഫീസിൽ വനിതകളടക്കം 13 ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത്. ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണമായി ഇടമലക്കുടിയിലേക്ക് മാറുന്നതോടെ വനിതാ ജീവനക്കാർക്ക് താമസിക്കാനായി സൊസൈറ്റിക്കുടിയിലെ പഴയ അക്ഷയ കേന്ദ്രം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം തയ്യാറാക്കിയിട്ടുണ്ട്. പുരുഷന്മാർക്ക് താമസിക്കുന്നതിനുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ തന്നെ താമസ സൗകര്യമൊരുക്കും. കാട്ടാനശല്യം ഒഴിവാക്കുന്നതിനായി ഓഫീസ് കെട്ടിടത്തിന് ചുറ്റും ട്രഞ്ച് നിർമ്മാണം പൂർത്തിയായി. ഉദ്ഘാടന ചടങ്ങിൽ രാജ MLA അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിചന്ദ്രൻ കുന്നിൽ, ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ്, ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി, തദ്ദേശ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ MP അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ലൈഫ് ഭവന പദ്ധതിയുടെ താക്കോൽദാനവും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആംബുലൻസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫും നടന്നു. വിവിധ ഊരുമൂപ്പന്മാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, എക്സൈസ്, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.